Hi friends, welcome to Icube Design Studio. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു AMF പാനലാണ്. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റു വ്യവസായ തലങ്ങളിൽ കണ്ടിന്യൂസ് ആയി പവർ സപ്ലൈ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ജനറേറ്ററുകൾ കൂടി യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് പവർ സപ്ലൈയും ജനറേറ്റർ പവർ സപ്ലൈയും തമ്മിൽ സ്വിച്ചിങ് ചെയ്യുന്നതിന് നമ്മൾ AMF പാനൽ യൂസ് ചെയ്യും. നമുക്കിനി ഐക്യൂബിൻ്റെ AMF പാനൽ കണ്ടു നോക്കാം. 200 ആംസിൻ്റെ AMF പാനലാണിത്. നമുക്ക് 2 MCCB, ഇൻഡിക്കേഷൻ ലൈറ്റ്, കൺട്രോൾ സ്വിച്ചസ്, 2 മെക്കാനിക്കൽ ചേഞ്ച് ഓവർ എന്നിവ കാണാൻ സാധിക്കും. താഴെയായി കാണുന്നത് 2 MCCB ആണ്. നേരത്തെ പറഞ്ഞ പോലെ 200 ആംസിൻ്റെ 2 MCCB ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. MCCBക്ക് മുകളിലായി ഇൻഡിക്കേഷൻ ലൈറ്റാണ് ഉള്ളത്. RYB ഇൻഡിക്കേഷൻ, RYB ഫെയിലിയർ ഇൻഡിക്കേഷൻ, DG സപ്ലൈ ഇൻഡിക്കേഷൻ തുടങ്ങിയവയാണ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അടുത്തത് കൺട്രോളിംഗ് സ്വിച്ചസ് ആണ്. 3 കൺട്രോളിംഗ് സ്വിച്ചസ് ആണ് പാനലിൽ വരുന്നത്. ഒന്ന് ഓട്ടോ മാനുവൽ മോഡ്, 2 സിംഗിൾ ഫേസ് മോഡ്, 3 DG ഓർ EB ബൈപ്പാസ് മോഡ്. ഫസ്റ്റ് സ്വിച്ച് ഓട്ടോ മാനുവൽ മോഡ് സെലക്ഷന് വേണ്ടിയാണ്. സെക്കൻഡ് സ്വിച്ച് ജനറേറ്റർ ഓൺ ആവുന്ന കണ്ടീഷൻ സെലക്ട് ചെയ്യുന്നതിനാണ്. തേർഡ് സ്വിച്ച് EB ഓർ ജനറേറ്റർ സപ്ലൈ ബൈപ്പാസ് ചെയ്ത് ലോഡ് ചെയ്യുന്നതിനാണ്. അതിന് മുകളിലേക്ക് വരുമ്പോൾ 2 മെക്കാനിക്കൽ ചേഞ്ച് ഓവർ കാണാം. സാധാരണ AMF പാനലുകളിൽ ഈ മെക്കാനിക്കൽ ചേഞ്ച് ഓവർ കാണുന്നതല്ല. യാതൊരു കാരണവശാലും പവർ സപ്ലൈ ഇൻറ്ററപ്റ്റഡ് ആവാതിരിക്കാനാണ് മെക്കാനിക്കൽ ചേഞ്ച് ഓവർ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് AMF പാനൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മെയിൻ കൺട്രോൾ ബോർഡാണ്. ഓട്ടോമാറ്റിക് സ്വിച്ചിങ് ഡിലേ, ജനറേറ്റർ ഓൺ ആൻഡ് ഓഫ് സിഗ്നൽ, ലോ വോൾട്ട് ആൻഡ് ഹൈ വോൾട്ട് ലെവൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ കൺട്രോൾ ബോർഡാണ്. ഇനി പാനലിൽ താഴെയായി 2 MCCB ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 200 ആംസിൻ്റെ L&Tയുടെ MCCB ആണിത്. അതിൽ ഇടതുഭാഗത്തെ MCCB ജനറേറ്ററിൻ്റെ ഇൻപുട്ട് സപ്ലൈ കണക്ട് ചെയ്യുന്നതിനും വലതുഭാഗത്തെ MCCB EB മെയിൻ സപ്ലൈ കണക്ട് ചെയ്യുന്നതിനുമാണ്. MCCBക്ക് മുകളിലായി 2 കോൺടാക്റ്റുകൾ കാണാം. 200 ആംസിൻ്റെ L&T MCX33 സീരീസിലെ കോൺടാക്റ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പവർ കണക്ഷന് വേണ്ടി 50 സ്ക്വയർ mmൻ്റെ കോപ്പർ കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 2 കോൺടാക്ടറുമാണ് EB ആൻഡ് ജനറേറ്റർ സപ്ലൈ സ്വിച്ചിങ് ചെയ്യുന്നത്. സ്വിച്ചിങ്ങിലെ പ്രൊട്ടക്ഷനായിട്ട് മെക്കാനിക്കൽ ഇൻ്റർലോക്ക്, സൈഡ് മൗണ്ടഡ് ആഡ് ഓൺ ബ്ലോക്ക് എന്നിവ കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്ടർ സ്വിച്ചിങ് കൺട്രോൾ ചെയ്യുന്നത് മെയിൻ കൺട്രോൾ ബോർഡാണ്. ഇത്രയുമാണ് ഒരു AMF പാനലിൽ വരുന്നത്. ഇനി മുകളിൽ കൊടുത്തിട്ടുള്ളത് 2 മെക്കാനിക്കൽ ചേഞ്ച് ഓവറുകളാണ്. ഇടതുഭാഗത്തെ ചേഞ്ച് ഓവർ ബൈപ്പാസ് ആൻഡ് ഓട്ടോ ഓപ്ഷന് വേണ്ടിയാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ നടക്കുന്നത് ഓട്ടോ മോഡിലാണ്. എന്തെങ്കിലും കാരണത്താൽ പവർ സപ്ലൈ ഇൻറ്ററപ്റ്റഡ് ആയാൽ നമുക്ക് ബൈപ്പാസ് മോഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ബൈപ്പാസ് മോഡ് വർക്ക് ചെയ്യുന്നത് വലതുഭാഗത്തെ മെക്കാനിക്കൽ ചേഞ്ച് ഓവറിന് അനുസരിച്ചായിരിക്കും. വലതുഭാഗത്തെ മെക്കാനിക്കൽ ചേഞ്ച് ഓവറിൽ EB ബൈപ്പാസ് ആൻഡ് DG ബൈപ്പാസ് എന്നിങ്ങനെ 2 സെക്ഷനുകളാണ് ഉള്ളത്. ഇനി നമുക്ക് AMFൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ കണ്ട AMF പാനലിൻ്റെ ഡയഗ്രമാണ് സ്ക്രീനിൽ കാണുന്നത്. ഡയഗ്രത്തിൽ കാണുന്നത് പോലെ മെയിൻ പവർ സപ്ലൈ MCCBയിലൂടെ കോണ്ടാക്ടറിലേക്ക് എത്തുന്നു. മെയിൻ കൺട്രോൾ ബോർഡ് കോണ്ടാക്ടർ ഓൺ ആവാനുള്ള സിഗ്നൽ നൽകുന്നു. കോണ്ടാക്ടർ ഓൺ ആയതിനു ശേഷം മെയിൻ പവർ സപ്ലൈ ഹോസ്പിറ്റലിലെ പാനലിലേക്ക് ലോഡ് ചെയ്യുന്നു. ഈ പ്രൊസീജിയറുകൾ എല്ലാം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുന്നതാണ്. ഇനി എപ്പോഴെങ്കിലും മെയിൻ സപ്ലൈ ഫെയിലിയർ ആവുകയോ അതായത് കറണ്ട് പോവുകയാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ കൺട്രോൾ ബോർഡ് ജനറേറ്റർ ഓൺ ആവാനുള്ള സിഗ്നൽ നൽകുകയും ജനറേറ്റർ ഓൺ ആവുകയും ചെയ്യുന്നു. ജനറേറ്റർ ഓൺ ആവുന്നതിനോടൊപ്പം പവർ MCCBയിലൂടെ കോണ്ടാക്ടറിലേക്ക് എത്തുന്നു. ജനറേറ്റർ സ്റ്റഡി ആയതിനു ശേഷം കോണ്ടാക്ടർ ഓൺ ആവുന്നതിനുള്ള സിഗ്നൽ കൺട്രോൾ ബോർഡ് നൽകുകയും കോണ്ടാക്ടർ ഓൺ ആയി പവർ ഹോസ്പിറ്റലിലേക്ക് ലോഡ് ആവുകയും ചെയ്യുന്നു. അതിനുശേഷം EB പവർ സപ്ലൈ തിരികെ വരുമ്പോൾ നിലവിൽ ലോഡായിക്കൊണ്ടിരിക്കുന്ന ജനറേറ്ററിൻ്റെ കോണ്ടാക്ടർ ഓഫ് ആവുകയും EB പവറിൻ്റെ കോണ്ടാക്ടർ ഓൺ ആവുകയും ചെയ്യുന്നു. അപ്പോൾ EB സപ്ലൈ തിരികെ ഹോസ്പിറ്റലിൽ ലോഡാവുകയും അതോടൊപ്പം ജനറേറ്റർ ഓഫ് ആവുന്നതിനുള്ള സിഗ്നലും കൺട്രോൾ ബോർഡ് ജനറേറ്ററിലേക്ക് നൽകുകയും ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുന്നതാണ്. ഇതാണ് ഒരു AMF പാനലിൻ്റെ വർക്കിംഗ് മെത്തേഡ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ എൻക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.